എന്റെ അമ്മേ, ദേ ആ പിശാച് കൈ കാണിക്കണു. എന്താ ചാത്തുക്കുട്ടിയുടെ ഇത്? ചവിട്ടിട്ട് കിട്ടിയില്ല. എന്ത് കിട്ടിയില്ല? ചവിട്ടിട്ട് കിട്ടിയില്ല സാർ. Shut up, you killer. Do you want to finish off me, you bloody murderer? അന്ന് ഉത്സവത്തിന് സ്പെഷ്യൽ ഓടിയപ്പോ ഞാൻ കൈ കാണിച്ചിട്ട് നീ ബസ് നിർത്തിയില്ല. ഇന്ന് താൻ എന്നെ കൊല്ലാൻ വന്നു. അറിവില്ലായ്മ കൊണ്ട് ചോദിക്കാണ് സാർ. റോഡിന്റെ നടുവിൽ നിന്നിട്ടാണോ ബസ്സിന് കൈ കാണിക്കുക? ഡോണ്ട് ട്രൈ ടു ടീച്ച് മീ ബെഗർ. അന്ന് നിർത്താതെ പോയ തന്നെ നിർത്തിക്കാൻ വേണ്ടിയാ ഞാനിപ്പോ റോട്ടിൽ കയറി നിന്നത്. സാറേ, എനിക്ക് ഭാര്യയും 3-4 കുട്ടികളുണ്ട്. സാറ് ചത്തിരുന്നുവെങ്കിൽ എന്റെ സ്ഥിതി എന്താകുമായിരുന്നു സാറ് ചിന്തിച്ചിട്ടുണ്ടാ? അന്ന് നിർത്താതെ പോയത് ഇതേ ഈ മുതലാളി പറഞ്ഞിട്ടാ. അയ്യോ, ഞാനാ ചത്തു? എന്നെ ചതിക്കാൻ നോക്കണ്ട. അല്ല സാർ, അന്ന് ഉത്സവം ഈ ഓവർലോഡ്. മനസ്സിലായി. റൂൾ 1131 പ്രകാരമുള്ള കുറ്റമാണത്. And the other day, I found the vehicle replenishing fuel tank with passengers inside. Rule 56(2) പ്രകാരമുള്ള കുറ്റമാണത്. സാർ 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 അന്ന് പറഞ്ഞത് മുഴുവൻ വേദവാക്യമായി എടുത്ത് പ്രവർത്തിച്ചവനാണ് ഞാൻ സാർ. സാർ, ഞാൻ ടയർ റീസോൾ ചെയ്തു സാർ. ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ 1000 രൂപയുടെ മരുന്ന് വാങ്ങിച്ചു വെച്ചു സാർ. കൈക്കൂലി കൊടുക്കൽ എന്നേക്കുമായി ഞാൻ അവസാനിപ്പിച്ചു സാർ. ഇനി കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കാൻ ഞാൻ തന്നെ കണ്ടക്ടറുമായി. ഓഹോ, താൻ കണ്ടക്ടറുമായി അല്ലേ? ആയി സാർ. അപ്പൊ സെക്ഷൻ 96 പ്രകാരം തന്നെ ശിക്ഷിക്കാനുള്ള വകുപ്പുമായി. സാർ, യൂണിഫോം ധരിക്കാത്ത തന്റെ ലൈസൻസും ഞാൻ ക്യാൻസൽ ചെയ്യും. സാർ, മിസ്റ്റർ, അന്ന് ഞാൻ എല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു വണ്ടി 100% ഫിറ്റ് ആണെങ്കിൽ തന്നെയും ഞാൻ വിചാരിച്ചാൽ ഒരു ബസ് ഓണറെ കൊണ്ട് കുത്തുപാള എടുപ്പിക്കാൻ കഴിയും. സാർ, എന്തൊരു കഷ്ടമാണ് സാർ. ഇനി അറിയേണ്ടത് വൈപ്പറിന്റെ കാര്യമാണ്. വൈപ്പർ വർക്ക് ചെയ്യുന്നില്ല സാർ. ഇവിടെ എന്തിനാണ് വൈപ്പർ ഇപ്പൊ വർക്ക് ചെയ്യുന്നത്? കുംഭമാസം എന്തിനാണ് വൈപ്പർ വർക്ക് ചെയ്യുന്നത്? മഴ സമയത്തല്ലേടോ വൈപ്പർ. ഇപ്പൊ വൈപ്പറിന്റെ ആവശ്യമുണ്ടോ സാർ? എനിക്ക് ആവശ്യമുണ്ട്. ആവശ്യമുണ്ടോ? ആ, എന്തിനാ സാർ? പുഴുങ്ങി തിന്നാനാണോ? ഇവിടെ ആ വൈപ്പർ പറിച്ചോണ്ട് കൊടുക്കണോ? ഇയാൾ പുഴുങ്ങി തിന്നട്ടെ. ഇപ്പൊ പേഴ്സണൽ ഇൻസൾട്ട് ആയി. ആയി. എല്ലാം കൂടെ ചേർത്ത് ഒരു 10,000 രൂപ സാർ അങ്ങ് ചാർജ് ചെയ്യണം. ഞാൻ മുടിഞ്ഞ് കുത്തുവാളയെടുത്ത് തെണ്ടി തിരിഞ്ഞ് അനാഥനായിട്ട് നടക്കുന്നതാണ് സാർ. സമാധാനാവും. ആ സമയം ചാർജ് ചെയ്യണം. ചാർജ് ചെയ്യും. ചാർജ് ചെയ്യണം. Thank you. ചാർജ് ചെയ്യണം. ഹംസേ, ഇത് അന്ന് കണ്ട കള്ളൂടിയനല്ലേ? അതുകൊണ്ടെന്താ? അല്ല, വിശ്വസിക്കാൻ പറ്റുമോ? ഒരു പാന്റിനും ഷർട്ടിനും കാര്യമല്ലേ? വാന്ന് ടൈലറെ, പെട്ടെന്ന് വേണം. അരമണിക്കൂറിനാൻ വേണം. എന്ത്? ഒരു കാക്കി പാന്റും ഷർട്ടും. എപ്പോ കൊടുത്തതാ? ഇല്ല, കൊടുത്തില്ല. ഇപ്പൊ കാശ് വരും. നിങ്ങൾ തുണി എടുത്ത് തുന്നി തരണം. എന്താന്നറിയാ, തീരെ സമയമില്ല, അതുകൊണ്ടാ. ഓ, അതുകൊണ്ടല്ലേ? തുണി എടുക്കണം, അളവെടുക്കണം, തയ്ക്കണം, അരമണിക്കൂർ കൊണ്ട് തരിയും വേണം. ഓ, അതെന്നെ കൊണ്ട് പറ്റൂല. വേറെ ആരെങ്കിലും നോക്കാം. ശരിയാണ്, സമയം പിടിക്കും. അല്ല, ബ്രേക്ക് ഇൻസ്പെക്ടർ അയാൾ നേരം പിടിച്ചിട്ടല്ലേ ഉള്ളൂ. ഇനി ഇന്ന് അയാൾ പിടിക്കോ? ഇല്ലേ? ഒരു ദിവസം ഒരു നേരം. കുഴപ്പമില്ലല്ലോ. ഏയ്. എന്നാലേ ഈ ലാസ്റ്റ് ട്രിപ്പിന് വരുമ്പോ തരാം. രാത്രിയില് ആ, നോക്കട്ടെ. നോക്കണ്ട, തന്നാ മതി. എന്നാലേ അളവെടുക്കാം. ഓ, ചാക്ക് പതുക്കിട്ടാ. വണ്ടിക്കകത്ത് ആളുള്ളതാ. പഴയ പലകയാ. തലയൊക്കെ ഒന്ന് മാറ്റി പിടിച്ചേ. ചെട്ടിക്കാവിൽ എപ്പോഴാ എത്താന്നൊന്നും പറയാൻ പറ്റില്ല. എത്തിയാ എത്തി. അങ്ങോട്ട് ചെല്ലേ മുതലാളി. എന്താ ഇവിടെ? ഞാൻ വിചാരിച്ചു അവിടെ. മനസ്സിലായില്ലേ? നമ്മുടെ ബസ് കെട്ടി അന്ന് ആശുപത്രിയില്. എന്തായി, കാല് പോയോ? അയ്യോ, കാലൊന്നും പോയിട്ടില്ല. ഫലത്തിൽ മുഴുവനായിട്ടും പോയി. പ്രസിൽ എനിക്ക് ഇനി ഒരിക്കലും ജോലി കിട്ടില്ലെന്ന് ഉറപ്പായി. നിങ്ങളുടെ അടുത്ത് ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാ. അത് പിന്നെ പിന്നെ പിന്നീട് ഒരിക്കലാകാം. അറിഞ്ഞില്ലേ എന്റെ 50,000 രൂപ കണ്ടക്ടർ കട്ടോണ്ടുപോയ കാര്യം? 50,000 ഉറുപ്പിക? അതെ ഹംസേ, 50,000 രൂപ. അതുകൊണ്ട് ഞാൻ തന്നെ ഇപ്പൊ കണ്ടക്ടർ. സത്യം പറഞ്ഞാൽ അതിൽ 25,000 രൂപ കുട്ടിക്ക് തരണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. എന്ത് ചെയ്യാൻ കുട്ടി? കുട്ടിക്ക് അതിനുള്ള യോഗം ഇല്ലല്ലോ. നുണ പറഞ്ഞു ഒഴിവാക്കണ്ട. എന്റെ അപ്പച്ചിയുടെ മകളുടെ കല്യാണമാണ് അടുത്ത ആഴ്ച. ചുരുങ്ങിയത് ഒരു 2 പവനെങ്കിലും കൊടുക്കണം. പിന്നെ എനിക്കൊരു ജീവിതമാർഗം വേണ്ടേ? നടക്കാനൊക്കാത്ത ഞാൻ എന്ത് ചെയ്യും? ആളുകൾ പറയുന്നത് ഒരു തുണിക്കടയോ മറ്റോ തുടങ്ങാനാ. അതാവുമ്പോ നടക്കണ്ടല്ലോ, ക്യാഷിലിരുന്നാ മതി. ഞാൻ ജംഗ്ഷനിൽ ഒരു കട നോക്കി വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ തുണിക്കട മാത്രമാക്കണ്ട. അതിന്റെ അടുത്തൊരു സിനിമാളും തൊട്ടടുത്തൊരു പെട്രോൾ പമ്പും ഇവിടെ എവിടെങ്കിലും ഒരു 200-300 ഏക്കർ റബ്ബർ എസ്റ്റേറ്റ് വാങ്ങി തന്ന വീട്ടിൽ തന്നെ ഇരുന്നാ മതിയല്ലോ. കടയിലും പോകണ്ട. നിങ്ങളോടല്ല ഞാൻ സംസാരിക്കുന്നത്. അതെയോ? എന്റെ കുടുംബത്തിന്റെയും സകല കാര്യങ്ങളും നോക്കിക്കൊള്ളാമെന്ന് എന്റെ അടുത്ത് വാക്ക് തന്ന മനുഷ്യനോടാ. അതെ അതെ, കുട്ടി ഒരു ദുർബല നിമിഷത്തിൽ. എന്നുവെച്ചാ ബസ് പുറപ്പെടാറായി. പ്ലീസ് നാളെ വരൂ. എപ്പോഴും അങ്ങനെ പറഞ്ഞിരുന്നല്ലോ. ശരി, തൽക്കാലം ഇതൊക്കെ ചൊല്ലു. നാളെ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. ഓക്കെ.
നിർത്തണ്ട, വിട്ടോ വിട്ടോ. കട അടയ്ക്കല്ലേ, കട അടയ്ക്കല്ലേ. മോനെ, ബസ് വന്നത് കണ്ടില്ലേ? ഞാൻ എന്റെ പാന്റ് ഷർട്ടും തയ്ക്കാൻ കൊടുത്തിരുന്നു, അതിങ്ങെടുത്താ. അല്ല സാർ, അത് തയ്ച്ചോണ്ട് ഞാൻ ആശാന്റെ വീട്ടിൽ കൊണ്ട് അതെന്തിന്? വെച്ചിരിക്കുക. അല്ലെ ഞാൻ ഷാപ്പിൽ കൊണ്ടു കൊടുക്കും. സാറ് വന്നാട്ടെ. എവിടെ? ഷാപ്പിലേക്കോ? അല്ല, വീട്ടിലേക്ക്. ഇതാ വീട്. ഏ? അതാരാടാ? ദാമ്പേട്ടന്റെ മോള്. ആ കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ടായിരുന്നില്ലേ? എന്ത് കുഴപ്പം? കാലെന്തോ ഒടിഞ്ഞിട്ട്. ഏതോ ബസ് ഇടിച്ച് കുറച്ച് ദിവസം ആശുപത്രിയിലായിരുന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നടക്കാനൊക്കെ പറ്റുമോ? ആ, നടക്കാം. എന്തേ? ഒന്നുമില്ല. അതെ, രാത്രിയിലെ പെൺകുട്ടികൾ മാത്രമുള്ള വീട്ടിൽ ഒരു യുവാവ് കടന്നു ചെല്ലുന്ന ശരിയാണോ? അത് ശരിയല്ല. അപ്പൊ നിനക്ക് അറിയാല്ലേ? നീ പോയിട്ട് ആ തുണി ഇങ്ങ് വാങ്ങിച്ചോണ്ടോ. ചെല്ല് ചെല്ല്. ആ. പിന്നെ ഞാൻ ഇവിടെ നിപ്പുണ്ടെന്ന് പറയണ്ട. ശരി. ചേടാ, ഒരു മിനിറ്റ് ഒഴിവില്ലായിരുന്നു വലിയേട്ടത്തി. രാത്രി വന്നാ പിന്നെ കാലത്ത് ബസ് എടുക്കാൻ വൈകും. ടയറ് പഞ്ചറായി. ഇവിടെ അടുത്ത് വെച്ചായതുകൊണ്ട് വീട്ടിൽ വന്ന് ഊണ് കഴിച്ചിട്ട് പോകാൻ തോന്നി. കൂട്ടാനൊന്നും ഇല്ലല്ലോ മുരളി. കൂട്ടാനൊന്നും വേണ്ട, മോരും ചോറും ഉണ്ടല്ലോ. പെട്ടെന്ന് വേണം വലിയേട്ടത്തി. അയ്യോ, എന്താ കുട്ടി ഇത്? കുട്ടി കാല് തീരെ വയ്യാതെ ഇത്രയും ദൂരം വരണമായിരുന്നോ? അമ്പലക്കടവിൽ നിന്നാ പോരായിരുന്നോ? എത്ര നേരം നിന്നു? ബസ് കാണാതായപ്പോ ഞാനിങ്ങ് പുറപ്പെട്ടു. ഒരു കണക്കിന് വന്നത് ഏതായാലും നന്നായി. എന്തിനും ഏതിനും ഒരു അവസാനം വേണമല്ലോ. ഒരു ഭാഗത്തോട്ടിരിക്കാം. എനിക്ക് വേഗം പോണം. ആ, വരുന്നേ. കേസ് ഞാൻ അവസാനിപ്പിച്ചു തരാം. ഇതങ്ങനെ വെച്ച് നീട്ടുന്നത് ശരിയല്ലല്ലോ. എന്ന് വെച്ചാല് തുണിക്കട, ബന്ധുവിന്റെ കല്യാണത്തിന് 2 പവൻ, അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളാ കുട്ടിക്ക്. വരൂ, അകത്തോട്ടിരിക്കാം. ഞാൻ പിടിക്കണോ? വേണ്ട വേണ്ട, ഞാൻ വന്നോളാം. തട്ടി വീഴല്ലേ. ആ, ഇരിക്കണം. ഇരിക്കൂ. എനിക്ക് വേഗം പോണ്ടതാ. ആയിക്കോട്ടെ. ഈ ക്രച്ചസിന് എന്ത് ചെലവായി? എന്തേ? അല്ല, ഇതില്ലായിരുന്നെങ്കിലേ കുട്ടിയാകെ കഷ്ടപ്പെട്ടു പോയേനെ. നടക്കാൻ പറ്റാണ്ട്. അതുകൊണ്ട് ചോദിച്ചാ. നോക്കട്ടെ. ആ, നോക്കട്ടെ എന്ന്. ഓഹോ, ഇത് വെറും കമ്പാണല്ലേ. വലിയ ചെലവൊന്നും ആയിട്ടില്ല. നേര് പറഞ്ഞ കുട്ടിയുടെ കാര്യം ആലോചിച്ച് ഞാൻ വിഷമിക്കാത്ത ദിവസങ്ങളില്ല. ഞാൻ പല ഡോക്ടർമാരുമായിട്ട് ഇങ്ങനെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് പറയുന്നത് ഈ സ്ഥിതി ഇങ്ങനെ തുടർന്ന് പോവാണെങ്കിൽ കാല് പഴുത്ത് ആള് തന്നെ ക്ലോസ് ആയി പോകുമെന്നാണ്. അതുകൊണ്ട് സത്യത്തിന്റെ മുഖം വളരെ ക്രൂരമാണ് കുട്ടി. ഡോക്ടർമാർ ഒന്നടങ്കം പറയുന്നത് കുട്ടിയുടെ കാല് മുറിച്ചു കളയണമെന്നാണ്. എന്നിട്ടൊരു 1-ാം തരം രാജസ്ഥാൻ കാല് പിടിപ്പിക്കാമത്രേ. രാജസ്ഥാൻ കാലോ? അതെ, രാജസ്ഥാൻ കാല്. രാജസ്ഥാനിലെ ജയ്പൂർ കാല്. നല്ല ഒറിജിനൽ കാലാണെന്നേ തോന്നൂ. നടക്കാനാണെങ്കിൽ ഈ കാലിനെക്കാട്ടിലും നല്ല സുഖമാണ്. എത്ര ലക്ഷം രൂപ ചെലവായാലും വേണ്ടില്ല, ഈ കാല് മുറിച്ചു മാറ്റാൻ ഞാനൊരു ഡോക്ടറെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്റെ കാല് തൊടാൻ ഞാൻ സമ്മതിക്കില്ല. കുട്ടിക്ക് കാല് ശരിയാവണ്ടേ? വേണ്ടെന്ന് ആര് പറഞ്ഞു? ആ, ഏതെങ്കിലും നാട്ടുവൈദ്യന്മാരടുത്തുനിന്ന് കഷായം കുടിച്ചു നോക്കാം. നിങ്ങൾ രൂപ തന്നോണ്ടിരുന്നാ മതി. ഇനി അങ്ങനെ രൂപ തന്നോണ്ടിരിക്കാൻ പറ്റില്ല. കുട്ടിയുടെ ഈ കാല് കീറി മുറിച്ച് വെട്ടി മാറ്റി പറിച്ച് ദൂരെ കളഞ്ഞിട്ട് നല്ല മനോഹരമായ ഒരു രാജസ്ഥാൻ ജയ്പൂർ കാല് വെച്ച് നല്ല ജീവിതം ആരംഭിക്കാം. ഏതായാലും ഓട്ടോ ഉണ്ടല്ലോ, നമുക്ക് ഇപ്പൊ തന്നെ ഡോക്ടറെ അടുത്ത് പോവാം. വേണ്ട, ഇപ്പൊ വേണ്ട. അങ്ങനെ രോഗിയുടെ ഇഷ്ടം അനുസരിച്ചാണോ ഡോക്ടർ ചികിത്സിക്കുന്നത്? ഏതായാലും ഡോക്ടറെ അടുത്ത് പോലെ ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറിയിട്ടില്ല. അയ്യോ എന്താ? അയ്യോ, ഞാൻ ക്രച്ചസ്